യുവനിരകളെല്ലാം CPM-നോടൊപ്പമാണ്. യുവാക്കളുടെ പ്രതീക്ഷയാണ് CPIM. അതുകൊണ്ട് യുവാക്കളെല്ലാം CPM-ന് അണിനിരക്കും. യുവജനങ്ങളാകെ യുവാക്കളോ യുവതികളോ എല്ലാം തന്നെ CPM. ഏതാത് റഫീഖാണ് ജില്ലാ സെക്രട്ടറി. അതെ അതെ, റഫീഖിനെ മത്സരത്തിലൂടെയാണോ? കാരണം ഒരു അല്ലല്ല, ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തതാണ്. ഒരു തെറ്റായ വാർത്തകളൊന്നും കൊടുത്തേക്കല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ പ്രതീകമാണ്. ഇത് ഐക്യകണ്ഠേനയായിരുന്നു തെരഞ്ഞെടുപ്പ്. ഐക്യകണ്ഠേന 16-11 എന്നുള്ള നിലയിലാണെന്നുള്ള വിവരം. അതാ നിങ്ങൾ ഈ തെറ്റാദ്യം തന്നെ ഞങ്ങൾ ആക്ഷേപിക്കാൻ വാർത്തകൾ ഉണ്ടാക്കും. ഇത് ഞങ്ങളൊക്കെ കുറേ കാലമായി കാണുന്നതാണ്. ഈ പി ഗഗാറിന് ഒരു ടേം കൂടി ബാക്കിയുണ്ടല്ലോ സഖാവേ. അതിനകത്ത് ഇങ്ങനെ ഒരു തീരുമാനം വരാൻ എന്താ കാരണം? നിങ്ങൾ തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തി പറയുകയാണ്. ഒരു കോൺഫറൻസിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനാവിലാസത്തിൽ നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് അതിങ്ങനെ വാർത്തയായി കൊടുക്കുക. ഇത് ശരിയായൊരു പ്രവണതയല്ല. ഈ സമ്മേളനത്തിൽ ഞാൻ ഇന്നലെ അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഇപ്പോഴുവരെയുണ്ട്. എല്ലാം വളരെ ഐക്യത്തോടു കൂടി ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ, ജില്ലാ സെക്രട്ടറി എല്ലാം ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. പിന്നെ എന്തിനാ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് പി ഗഗാറിനെ മാറ്റിയത്? പി ഗഗാറിനെ മാറ്റാനുള്ള സാഹചര്യം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പുതിയ സഖാക്കൾ വരും, ജില്ലാ കമ്മിറ്റിയിൽ വരും, പുതിയ സെക്രട്ടറിമാർ വരും, പഴയ സെക്രട്ടറിമാർ വേറെ ചുമതല ഏറ്റെടുത്ത് വർക്ക് ചെയ്യും. അങ്ങനെയല്ലേ? ആര് പറഞ്ഞു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നല്ല ബഹുജന അടിത്തറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രബല ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ടേം നിലനിൽക്കുന്നുണ്ട് പി ഗഗാറിന്. ആ ഘട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന മാറ്റം വന്നത്? ഒരാളതല്ല ഇത് പ്രശ്നം. എന്തിനാണെന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിൽ പ്രസക്തമല്ല. കാരണം അങ്ങനെ 3 ടേമായ ഒഴിവാകണോ? 3 ടേമായ ഒഴിവാകണോ? നിങ്ങൾ തെറ്റായ പല ധാരണകളും വെച്ചു പുലർത്തി ഞങ്ങൾക്ക് നേരെ ഒരു ആക്ഷേപം കണ്ടെത്താൻ ഇങ്ങനെ കണ്ടുപിടിക്കരുത്. നടന്ന സംഭവങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യൂ. ഇവിടെ ഐക്യകണ്ഠേന എല്ലാ നടപടികളും പൂർത്തീകരിച്ച് നിശ്ചയിച്ച സമയത്തിന് മുൻപ് തന്നെ സമ്മേളനം വളരെ ആവേശത്തോടു കൂടി പിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഐക്യകണ്ഠേനയാണ് നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത്.